പ്രവാസ ലോകത്തെ നല്ല മനുഷ്യരുടെ രണ്ട് കഥകൾ ഇക്കുറി വീക്കെൻഡ് അറേബ്യയ്ക്ക് പങ്കുവെക്കാനുണ്ട്. ആദ്യം ജോയിയേട്ടൻ്റെയും അഷ്റഫിൻ്റെയും കഥയാണ്. പരസ്പരം സ്നേഹിച്ച് തോൽപ്പിക്കുന്ന രണ്ട് ചങ്ങായിമാർ. സർപ്രൈസ് അതുപോലെ തന്നെ കൊടുക്കുന്ന ആളും സർപ്രൈസ് ആണ്. ആർക്കാണ്? ജോയേട്ടൻ ഈ വണ്ടി മതി ജോയേട്ടൻ പറഞ്ഞ അംജുന് അഷ്റഫ് എന്ന് പറഞ്ഞ അനിയൻ ജോയേട്ടനിക്ക് തന്നോളൂ. പുള്ളിക്ക് ഇതെന്നല്ല, ഈ ദുനിയാവിൽ കിട്ടുന്നതിൽ ഏറ്റവും വലിയ വണ്ടി വാങ്ങിച്ചു കൊടുത്താലും നമ്മൾ ഹാപ്പിയാണ്, എല്ലാവരും ഹാപ്പിയാണ്. ഇപ്പോഴും അമ്പരന്ന് ഇങ്ങനെ നിൽക്കാം. ചെറുപ്പകാലത്ത് ആപത്ത് കാലത്ത് അഷ്റഫിനെ സഹായിക്കാനെത്തിയ ജോയിയേട്ടൻ. അങ്ങനെ അഷ്റഫ് സമ്പത്ത് കാലത്ത് ഒരു ലാൻഡ് ക്രൂയിസർ സമ്മാനമായി ജോയിയേട്ടന് നൽകുന്നു, അതും അപ്രതീക്ഷിതമായി. സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് തൃശ്ശൂർ പെരുമ്പിലാവ് സ്വദേശിയായ അച്ചാപ്പു എന്ന് വിളിക്കുന്ന അഷ്റഫും അതേപോലെ ജോയിയേട്ടനും. എന്തായിരുന്നു ഇതിൻ്റെ തുടക്കം? നിങ്ങൾക്ക് എന്താണ് ജോയിയേട്ടൻ? ജോയിയേട്ടൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ജ്യേഷ്ഠൻ ജോയിയേട്ടൻ്റെ കടയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടിലൂടെ വളർന്നൊരു കുടുംബമായിരുന്നു എൻ്റെ. അങ്ങനെയുള്ളൊരു സമയത്ത് എൻ്റെ ഉപ്പ മരണപ്പെട്ട് കിടക്കുന്ന സമയത്ത് ആരും പ്രതീക്ഷിക്കാതെ ആരും ചെയ്യാത്തൊരു ഉപകാരം എൻ്റെ വീട്ടിൽ 2 കെട്ട് 10,000-ൻ്റെ 2 കെട്ട് പൈസ കൊടുത്തിട്ട് എൻ്റെ ജ്യേഷ്ഠൻ്റെ കയ്യിൽ വെച്ച് കൊടുക്കുകയാണ് ജോയിയേട്ടൻ. അന്ന് മുതൽ എൻ്റെ മനസ്സിൽ കയറിയിട്ടുള്ളൊരു മനുഷ്യനാണ്. അതുപോലെ തന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ UAE-ലേക്ക് വന്നു. നമ്മൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും ആദ്യം വിളിച്ചു ചോദിക്കുന്നത് ജോയിയേട്ടനോടാണ്. ഇവിടെ നമ്മൾ ഈ ഫ്ലൈസിയാനെന്ന് UAE-ൽ 7 ബ്രാഞ്ച്, ഖത്തറിലൊരു ബ്രാഞ്ച്, 8 ബ്രാഞ്ച് ഉണ്ട്. ഇതൊക്കെ വളർന്നതിൻ്റെ പിന്നിലും ജോയിയേട്ടനാണ്. പക്ഷേ പുള്ളി ഇതൊന്നും ചോദിക്കില്ല, ഇതൊന്നും അറിയില്ല, ഒന്നുമില്ല. പുള്ളിയുടെ സുപ്രഭാതത്തിൽ ഞാൻ പുള്ളിയോട് പറയണേ, പുള്ളിക്ക് 10-25 വർഷം കഴിഞ്ഞിട്ടാണ് മക്കളുണ്ടായത്. ഞാൻ പറഞ്ഞു, ജോയിട്ടാ നിങ്ങൾ ആ കുട്ടികളും കൊണ്ട് ഇവിടെ വരാൻ കുറേ നിർബന്ധിച്ചിട്ട് പുള്ളി എത്ര പറഞ്ഞാലും സമ്മതിക്കില്ല. ഇല്ല, ഞാൻ നാട്ടിൽ ഒരാളെ ബുദ്ധിമുട്ടിക്കണ്ട. ഇത് ഏത് കാലത്താണ് തുടങ്ങുന്നത്? അതായത് ഈ ഇങ്ങനെ കുടുംബത്തെ സഹായിക്കുന്നൊക്കെ ഏത് വർഷമാണ്? ഇതൊരു 92 ആ സമയത്തൊക്കെയാണ്. ഞാൻ നാട്ടിൽ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു സംഭവങ്ങളൊക്കെ. അപ്പോൾ പുള്ളിക്ക് ഇനിയിപ്പോൾ എന്ത് തന്നെ ഒരാൾക്ക് ചെയ്തു കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്കായാലും അല്ലെങ്കിൽ നമ്മുടെ ഒരുപാട് അനിയന്മാർക്ക് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, പുള്ളിക്ക് അതൊന്നും ഓർക്കുന്നത് പോലും ഇഷ്ടമല്ല. പുള്ളി ഇത് നമ്മളെ സപ്പോർട്ട് ചെയ്തു, എല്ലാം കഴിഞ്ഞു. പുള്ളി നമ്മളിവിടുന്ന് വിളിച്ച പറഞ്ഞേ വേണ്ട നിങ്ങളവിടെ നിങ്ങളെ കാര്യം നോക്കിക്കോളെ, ഞാനിവിടെ നിന്നോളാം. ജോയിയേട്ടൻ എന്നാണ് UAE-ലേക്ക് വരുന്നതും കാണുന്നതൊക്കെ? ജോയിയേട്ടനെ ഇടയ്ക്കിടയ്ക്ക് ആളിവിടെ വന്ന് വിസിറ്റ് ചെയ്തിട്ട് പോവും ഫാമിലിയൊക്കെ ആയിട്ട്. പക്ഷേ ഒരു കൊല്ലമായിട്ടാണ് ഇപ്പോൾ ആളിനെ സ്ഥിരമായിട്ട് നമ്മളിവിടെ നിർത്തി കഴിഞ്ഞപ്പോൾ പിന്നെ ആൾക്ക് ലൈസൻസ് എടുക്കാൻ തന്നെ ആൾ താല്പര്യമില്ല. ഞങ്ങൾ നിർബന്ധിച്ച് വരുമ്പോൾ ലൈസൻസ് എടുത്തിട്ടും ആളോടൊരു വണ്ടി എടുക്കേണ്ട കാര്യം പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞാൽ ഒരു സെക്കൻഡ് ഹാൻഡ് പഴയ വണ്ടി. അപ്പോൾ നമ്മുടെ മനസ്സൊരിക്കലും അതൊന്നും അനുവദിക്കില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ ഇന്ന് ഈ ഒരു നിലക്ക് ഇത്രയും ആൾക്കാർ നിൽക്കുന്നുണ്ടെങ്കിൽ അത് വലിയൊരു സപ്പോർട്ട് ജോയിയേട്ടൻ തന്നെയായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പുള്ളിയെ സർപ്രൈസ് ആക്കിക്കൊണ്ട് ഞങ്ങൾ ആ ഒരു ഗിഫ്റ്റ് കൊടുത്ത്. അതും പുള്ളി അവിടെ നിന്ന് നിശ്ചയിച്ച് മേടിക്കാൻ തയ്യാറായിട്ടൊന്നുമില്ല. എന്നാലും ഞങ്ങളെല്ലാവരും കൂടി നിർബന്ധിച്ചിട്ട് ഇത് ഓടിച്ചേ പറ്റുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സന്തോഷം കൊണ്ട് നമ്മുടെ മനസ്സ് തൃപ്തിപ്പെടുത്താൻ വേണ്ടി കൊടുത്താണ്. ഈ വണ്ടി ഞാൻ ഓടിക്കില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. എന്നെ കൊണ്ട് ഓടിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. നിങ്ങളെന്താ അങ്ങനെ ഒരു സിറ്റുവേഷൻ എന്നെ മനസ്സിലാക്കാത്ത? കുന്നംകുളത്ത് ബിസിനസ് നടത്തിയിരുന്ന ആളാണല്ലോ ജോയിയേട്ടൻ. പിന്നെ എങ്ങനെയാണ് UAE-ലേക്ക് കൊണ്ടുവരുന്നതൊക്കെ? കുന്നംകുളത്ത് മൂപ്പർക്ക് അവിടെ ബിസിനസ് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, കുറേ കാലമായിട്ട് കുട്ടികളുണ്ടായിരുന്നില്ല. കുട്ടികളായ സമയത്ത് ഞങ്ങൾ പറഞ്ഞു എന്തായാലും കുട്ടികൾക്ക് നല്ലൊരു വിദ്യാഭ്യാസം സ്റ്റാർട്ടിങ് കൊടുക്കാൻ ഇവിടെ കൊണ്ടുവരാമെന്ന് പറഞ്ഞപ്പോൾ പുള്ളി ആദ്യം നിശ്ചയിച്ചു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി നിർബന്ധിച്ചിട്ട് അങ്ങനെ കൂട്ടിക്കൊടുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, പുള്ളിയെ സംബന്ധിച്ചിടത്തോളം ഇനി ദുബൈയിൽ ഞാൻ സപ്പോർട്ട് ചെയ്ത് വളർന്നവരുണ്ടോ അല്ലെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്ത് എന്തൊക്കെ അവിടെ നടന്നിട്ടുണ്ടോ ഇതൊന്നും പുള്ളി അന്വേഷിക്കണില്ല. അപ്പോൾ പുള്ളി ഇവിടെ വന്നപ്പോഴാണ് പുള്ളിയെ ഓരോ കാര്യങ്ങളും പുള്ളിയെ കാണിക്കുന്നു പറയുന്നത്. അപ്പോൾ പറയുമ്പോഴും കാണിക്കുമ്പോഴും പുള്ളി പറയുന്നൊരു കാര്യം വെച്ചാൽ അത് നിൽക്കുക അറിയേണ്ട കാര്യമില്ല, നിങ്ങളെന്താ വെച്ചാൽ ആയിക്കോ. പുള്ളി ഇവിടെ വരുമ്പോൾ തന്നെ പറയുന്നത് തരും, ഞാൻ എവിടെയെങ്കിലും ഒരു ചെറിയൊരു ഇലക്ട്രിക്കിൻ്റെ കട, നാട്ടിലത്തെ മാതിരി കട ഞാൻ ഇവിടെ ഇട്ടാൽ ഇവിടെ എവിടെയെങ്കിലും കൂടിക്കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ വളർത്തി വലുതാക്കിയ സ്ഥാപനങ്ങൾ ഇത്രയും വലുതായിട്ട് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ വേറെ കടയിൽ പോകേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഓഫീസിൽ തന്നെ വേണമെന്നിട്ട് നമ്മൾ നിർബന്ധിച്ച് പിടിച്ചിരുത്തിയുള്ളതാണ്.
ജോയേട്ടൻ തൃശ്ശൂർ വാടാനപ്പള്ളി സ്വദേശിയാണ് അല്ലേ, കണ്ടശാങ്കട്. എന്തായിരുന്നു ഈ കുടുംബം ജോയേട്ടൻ എങ്ങനെയായിരുന്നു? ഇത് ഒരു ഞാൻ അവിടുത്തെ ഒരു മൂത്ത മകൻ്റെ പോലെയാണ് അവർ നമ്മളെ കാണുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ തിരിച്ചും അതിനെ കാണുന്നു, അത്ര തന്നെ ഉള്ളൂ. ഇപ്പോൾ ഇങ്ങനൊരു സ്നേഹ സമ്മാനമൊക്കെ തന്നപ്പോൾ എന്താ പറയാനുള്ളത്? അത് തീരെ പ്രതീക്ഷിക്കാത്തതും പിന്നെ ഇത്രയും വലിയൊരു സാധനം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് നാട്ടിലും എവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും എന്താണ് ഇത്രയും വലിയൊരു അടുപ്പായിരുന്നത് എന്നുള്ളൊരു ചോദ്യം ഉണ്ട്. എല്ലാവരും ഇപ്പോഴും ഇങ്ങനെ വാട്സപ്പിലും ബാക്കിയുള്ള ഇൻസ്റ്റയിലും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതന്നെ, അത് ഓരോരുത്തർക്കും ഓരോ ഇതുകളല്ലേ. ഞാനത് ഒരുപാട് ഇപ്പോഴും ഇങ്ങനെ രൂപമായിട്ടില്ല, 2 ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ല രാത്രി. ഇത് നാട്ടിൽ നിന്ന് ഓരോരുത്തർ ഇങ്ങനെ ഇടും, ഈ വണ്ടിയുടെ വില അറിയോ എന്ന് ചോദിച്ചിട്ട് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് തൃശ്ശൂരത്തെ ഓൺ റോഡ് റേറ്റ് ഇത്രയാന്ന് പറഞ്ഞിട്ട് ഇടും. അപ്പോൾ നമ്മുടെ ഉറക്കം പോവും. അപ്പോൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കും. ഞാൻ വീണ്ടും അവന് മെസ്സേജ് ഇടും, എനിക്ക് ഉറക്കം കിട്ടുന്നില്ലടാ. ഇതേപോലെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. സ്നേഹത്തിന് അതിനേക്കാളും വില ഉണ്ടല്ലോ അല്ലേ? അപ്പം ഞാൻ അവരുടെ അടുത്ത് പറയുന്നത് താൽക്കാലികം ഞാൻ എടുത്ത് സ്വീകരിച്ചു. നമ്മളുടെ മൊത്തത്തിലുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുക. ഇത് ഞാൻ തന്നെ ഉപയോഗിക്കാൻ പാടുള്ളൂ, ഞാൻ തന്നെ ഓടിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ അവരവിടെ നിന്ന് ഷോറൂമിൽ നിന്ന് എന്നെ കൊണ്ട് വണ്ടി ഓടിപ്പിച്ചിട്ട് കൊണ്ടുവന്നത് എൻ്റെ രൂപം എനിക്കറിയാമെന്ന്. ലൈസൻസ് എടുത്തിട്ട് എത്രയായി? ലൈസൻസ് എടുത്തിട്ട് ഒരു 2-3 മാസം. നല്ലൊരു വണ്ടി കിട്ടിയില്ലേ? നല്ലൊരു വണ്ടിയുടെ അല്ല, നമുക്ക് റഷ്, ഇവിടെ കമ്പനി റഷ് ഉണ്ട്, അതിൻ്റെ ആവശ്യമുള്ളൂ, അത് ഓടിക്കാൻ പറ്റുള്ളൂ. ഇവരുടെ നാട്ടിൽ പോയപ്പോൾ എൻ്റെ അടുത്ത് പെട്രോൾ ഇട്ട് തന്നു, ഞാൻ തൊട്ടില്ല, സ്റ്റാർട്ടാക്കിയില്ല. മറ്റേ ഫോർച്യൂണർ ഇട്ട് തന്നു. ഫോർച്യൂണർ ഓടിച്ചപ്പോൾ എനിക്ക് പറ്റണില്ല ഓടിക്കാൻ. അത് നമ്മളവിടെ നാട്ടിൽ ക്രിസ്റ്റ ഉണ്ടായിരുന്നു പറഞ്ഞാൽ പുതിയ ക്രിസ്റ്റ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ക്രിസ്റ്റ ഞാൻ ഓടിച്ചിട്ടില്ല. ഞാൻ കൂടിയാലും ഒരു 1000 കിലോമീറ്റർ അത് ഓടിച്ചിട്ടുണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ ബൈക്കിലവരെ ഓടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊന്നും നമുക്കിത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണ്ടേ? ഞാൻ ഇവരുടെ അടുത്ത് കരഞ്ഞ് പറയണം, എനിക്ക് ചെറിയ കുട്ടികളെ യന്ത്രൂഞ്ഞാലിൽ കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ, മീൻസ് ഒരു വലിയൊരാളായാലും യന്ത്രൂഞ്ഞാലിൽ കയറ്റി കഴിഞ്ഞാൽ അതിൻ്റെ ഹോളിലെത്തി കഴിഞ്ഞാൽ ഒരു താഴേക്ക് വരുമ്പോഴുള്ളൊരു ഫീൽ, ഒരു കരച്ചിലില്ലേ, അതാണ് എന്നെ ആ ലാൻഡ് ക്രൂസറിൽ കയറ്റിയിരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ. അത് ഞാൻ വ്യക്തമായിട്ട് അവരുടെ അടുത്ത് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവണില്ല. ഈ സ്നേഹത്തിൻ്റെ കഥ, അതേപോലെ തന്നെ ഈ സർപ്രൈസിൻ്റെ കഥയും നാട്ടുകാരെ അറിയിച്ചത് ഷിയാസ് ഭായി ആണ്. കുറേ വർഷമായിട്ടുണ്ട്, സിയാനയുടെ ഒപ്പമുണ്ട്. ഇതൊക്കെ ഞങ്ങളുടെ കുടുംബം, അനിയന്മാരും മൂത്ത ജ്യേഷ്ഠനാണിത് ഞങ്ങളുടെ ഇല. അപ്പം ഞങ്ങളുടെ മൂത്ത ജ്യേഷ്ഠനൊരു സമ്മാനം കൊടുക്കുമ്പോൾ നമ്മളുണ്ടാവണമല്ലോ, അത് തന്നെ. അപ്പം അതിനുവേണ്ടി അങ്ങനെ ഇതാക്കിയാണ്. അത് ജോയൻ്റെ കഥ, അത് ആ കമൻറ്റിൽ നോക്കിയാൽ മനസ്സിലാവും. നമ്മളറിയാത്ത, ഞങ്ങൾ പോലും അറിയാത്ത ഒരുപാട് പേർക്ക് സഹായം ചെയ്തിട്ടുണ്ട്. അതിലെ കമൻറ്റുകളിൽ എഴുതിയിട്ടുണ്ട് ഓരോരുത്തർ. അതേപോലെ തന്നെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള പലരും ഇന്നൊരു നിലയിലെത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ ജോയേട്ടനുണ്ട്, മനസ്സിലായി? അങ്ങനെ ഒരുപാട് ആരും ഇതൊന്നും പറയണത് ഇഷ്ടമല്ല. എൻ്റെ ജീവിതത്തിൽ ഇത്ര നാളിനിടയ്ക്ക് ഇങ്ങനെ ഒരു ക്യാമറയുടെ മുമ്പിൽ ജോയേട്ടനെ കിട്ടണത് ആദ്യം. ഞാൻ പോലും ഒരു ഗിഫ്റ്റില്ലേ ഇത്, ഇവിടെ വരുമ്പോൾ ആർക്കെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്ക് ജോയേട്ടാന്ന് പറഞ്ഞാൽ ആ ഫോട്ടോ കൊടുക്കാൻ നിൽക്കില്ല. ഫോട്ടോ മാറ്റി, ക്യാമറ മാറ്റി ഞാൻ കൊടുക്കാമെന്ന് പറയും. ആ മനുഷ്യനാണിത്. അപ്പോൾ ഭയങ്കര സന്തോഷമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും, ഭയങ്കര സന്തോഷം. ഇതുപോലത്തെ ഒരു സന്തോഷം ഞങ്ങളുടെ ജീവിതത്തിൽ ഇല്ല.